തലയാണ് തല മാത്രമേ ഹോളുണ്ടാവുള്ളൂ, അടിവശം ഹോളുണ്ടാവില്ല. തല മാത്രമേ ഹോളുണ്ടാവുള്ളൂ, അടിയിൽ ഹോളുണ്ടാവില്ല. എന്താണ് ഞാൻ പറഞ്ഞ ഇത് വ്യാജാണ്. ഇതാവ് വരുന്നത് 5 വർഷമായി, ഇത്രയായിട്ടുള്ളൂ. ഇത് തീരെ ഹോളില്ലാത്തതാണ്, ചെറിയ ഹോളുണ്ടാവും. ഇത് മുകളിലുണ്ടല്ലോ ഒരു വലിയ പീസ് ഒരെണ്ണം വെട്ടി മുളയ്ക്കും ചെയ്തു. ഇതിപ്പോൾ ഏത് വെട്ടുന്നു? ഇത് വെട്ടി പിന്നീടും വെള്ളം മുളച്ചേക്കുക. അടി വെട്ടിയാൽ പോരെ. ഇതെന്താ പ്രശ്നം? മുളയല്ലേ, അത് മുള കളഞ്ഞിട്ട് വെട്ടിയാലോ? അവിടെ നിന്ന് മുളച്ച് വരണമെങ്കിൽ അത് വന്നോളൂ, മുള മാറ്റിയിട്ട് വെട്ടാം. നോക്കട്ടെ, രണ്ട് മുള വരാത്തുണ്ടാവണം അല്ലേ? അത് മതി, ചേട്ടാ അത് മതി, അങ്ങനെ വരാത്താൽ മതി. ഇത് നല്ല നൂല് പോലെ ആയിക്കിട്ടും കേട്ടോ. ഒരു തെങ്ങിൻ്റെ മുളകനെ പിടിച്ചിട്ട് ലെവലായിട്ട് ഒരു കെട്ടിയായി കറക്റ്റ് നൂല് പോലെ ആയിക്കിട്ടത്. എത്ര നീളം കിട്ടും? നമുക്ക് 1-2 ആക്കിയാൽ പോരാ. നീളം മാസം ഉള്ളത് ഇത് അത് മാക്സിമം നീളമാണ്, കുറച്ചുകൂടെ ആവും, അത്രേ ഉള്ളൂ. അടിപൊളിയാണല്ലോ, നല്ല സൈസാണല്ലോ, നല്ല സൈസാണ്, നല്ല ഉറപ്പിട്ടേ. വെയിറ്റ് സൈസ് കുറവുള്ള കാരണം വെയിറ്റ് ഉണ്ടാവില്ല. ഊന്നാനൊക്കെ പറഞ്ഞ പറ്റിയ സാധനം ഇത്. ഊന്നാന് അടിപൊളി സാധനമാണ്. എത്ര ഉണ്ടാവില്ല, കുറച്ച് മൂക്കേണ്ടത് അതാണ്. അപ്പൊ ഈ സാധനമാണ് അവിടെ ഉപയോഗിക്കല്. പിന്നെ ചൂരക്കോലി ഇതാവല്ലോ, ഇതെന്താണ്? ഇത് മൂന്നിനൊക്കെ പറ്റും, മൂന്നിനൊക്കെ പറ്റും. മാക്സിമം തന്നെ ആവുള്ളൂ. കണ്ട നടത്തുന്നില്ല വെള്ളമുള്ള, കണക്കാണ്. ഇതെല്ലാം നമ്മളെ മറ്റേ എന്തെങ്കിലും കാല് കൊടുക്കാനും ഷെഡ് ഉണ്ടാക്കാനും വിറകോര ഉണ്ടാക്കാനും. ഇതില്ലേ അത് നല്ല മുളയാണല്ലോ, നമ്മൾ അന്ന് കണ്ടായിരുന്നു. വലുതാകുമ്പോൾ ചെറിയ തോടുണ്ടാവും. ഇത് നമ്മൾ ഇപ്പൊ ഫസ്റ്റ് വെട്ടിയ സാധനമല്ലല്ലോ, ഇതല്ലല്ലോ, ഇത് കല്ലനില്ലെന്ന് പറയുന്നില്ല. കാരണം നമ്മൾ ഏണിക്കൊക്കെ ഉപയോഗിക്കുന്നു ഈ സാധനത്തിൽ. ഇത് കറക്റ്റ് മുറിച്ചത് മുള്ളുണ്ടായിരുന്നു കേട്ടോ. ഇത് മുള്ളുണ്ടാവും. ഇത് വെട്ട് വാങ്ങിക്കഴിഞ്ഞാൽ കത്തിച്ച് കളയാം, ഇതിലെ കാല് പോയി വെട്ടിയിട്ട് കത്തിച്ച് കളയണം. നമ്മൾ ആവശ്യം വെട്ടിയെടുക്കുന്നേ ഇത് കറക്റ്റായിട്ട് പോയിട്ട് കത്തിച്ച്
ഇതും അതും സെയിം പക്ഷെ അവിടെ കത്തിച്ചിട്ടുണ്ട്. ഏത് ആ നിക്കുന്നതോ? ഉണങ്ങി നിക്കുന്നത് അതിന്റെ ചുവട്ടിൽ തീയിട്ട് വന്നാറ്. ആ അത് ഇതാണ്. നീക്ക് കുറേ കിട്ടിയും കാര്യമില്ല. ഇതിലൊക്കെ ഇതോ അതടുത്തും ഉണങ്ങിപ്പോയേ. ഇല്ലല്ല അത് നല്ല ഇതുണ്ടല്ലോ. ഇത് ഒരെണ്ണം കൂടുതൽ ഇരുന്നോട്ടെ. ചെറുതാ നോക്കണ്ട. ആ നോക്കാം. കൊണ്ട് വെച്ച് നോക്ക്. എൻ്റെ സ്ഥിതി ഒന്നും അറിയില്ല. സൈഡ് കട്ട് ചെയ്ത് അത് ശരിക്കും ഫോറസ്റ്റിൻ്റെ സാധനം കേട്ടോ. ഞാൻ ഇപ്പം കാണിക്കുന്ന ഞാൻ പറഞ്ഞ തൊളയിലൊക്കെ അത് ശരിക്കും ഫോറസ്റ്റ് കാണുന്ന സാധനം. കാട്ടില് ഇനി ഒന്ന് മറ്റേ ടൈപ്പ് എടുക്കുമല്ലേ? മറ്റേ ഇതിൻ്റെ മാനേണ്ട ദിവസം കുറേ കാണിച്ചു. മഴ ഒരു കൂടുതലാണെങ്കിൽ രണ്ട് മുട്ട് കാണിക്കാൻ പറ്റും. ഒരു മുട്ട് മുളക്കില്ല, ഒരു മുട്ട് മുളക്കല്ലോ. ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് മുതൽ ഒരു 7 മണിക്കുള്ളിൽ അപ്പം പണി ഇങ്ങനില്ല. അടത്ത് മുറ്റത്തൊക്കെ ഇതുകൊണ്ട് മൂടിയിരിക്കുന്നു. പറഞ്ഞില്ലല്ലോ കൊണ്ടുവന്നു. അല്ല വരുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ലത് നല്ലതൊക്കെ ചെറുതല്ലേ. ഇപ്പോഴാണ് വന്നപ്പോ കറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞല്ലോ. പിന്നെ കുഴപ്പമില്ല. അല്ല മറ്റേ തല തെറപ്പിച്ചോളാം. അതാ അവിടെ ചെറിയ മുള കാണുന്നത്. അത് പിടിച്ചിട്ട് ഇത് പിടിച്ചാലും മതി. മുതൽ അതാണ് പിടിക്കേണ്ടത്. മറ്റത്
ഏത് ഇപ്പൊ രജിസ്റ്റേറിന്റെ കയ്യിലുള്ളത് ഇത് എന്തായാലും പിടിക്കും, അങ്ങനെ പിടിക്കുന്ന സാധനം. ആ ആ അതെ അതെ ഇതാണ് ഇവിടെ മറ്റേ എന്താണ് നമുക്ക് അതല്ലേ അത് ആ അത് അതും ഒരെണ്ണം എടുത്ത് അത് വെക്കാമല്ലോ. ഇങ്ങനത്തെ വെച്ചൂടെ? സൈഡ് തെറപ്പിച്ചാളാം, ഇലയൊക്കെ തെറപ്പിച്ചാളാം. ഇല വേണ്ട, മുളയ്ക്കും ചേട്ടാ. ഇല വെട്ടിക്കോ, ഇല വേണ്ട. ഇല ഉണ്ടെങ്കിൽ ഉണങ്ങിപ്പോകും പെട്ടെന്ന്. വേരില്ലാണ്ട് ഇല ഉണ്ടെങ്കിൽ ഒരു വലിയ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാണ്ട് തെറപ്പിക്കാനും പാടില്ല. അല്ല, ഇവിടുന്ന് വേറെ ഇറങ്ങുന്നേ. അതെ 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 അതെ. പിന്നെ നമ്മളതങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അതെ അതെ ചെടിക്ക് ഉണ്ടാവും. ഇതാ ഇപ്പൊ വന്ന് ദ്വീപിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ കുറച്ച് നമ്മളെ നാട്ടിലില്ലാത്ത, പക്ഷെ ഇപ്പൊ എല്ലാ ദിവസവും ആവശ്യമുള്ള സാധനമാണ്. അവര് വന്നില്ല? ആ ചേട്ടൻ മറ്റേ വരുണോ അങ്കിള് സിദ്ദീഖ വന്നു. ഞാൻ സിദ്ദീഖിനെ വിളിച്ചിട്ടില്ല, ഞാൻ വിളിക്കണമെന്ന് വിളിച്ചിട്ട് മറന്നു. ഇപ്പൊ ഇന്നലെ എറണാകുളത്ത് നിന്ന് ഓടുന്നതാണ് ഇതിനായിട്ട്. കാർബോർഡ് പെട്ടിയുള്ള കാർബോർഡ് പെട്ടി എന്താ? കാർബോർഡ് പെട്ടി വേണ്ട, അത് നമുക്ക് കാർഡ്ബോർഡിൽ പൊതിഞ്ഞിട്ട് ഒരു ചാക്കിട്ട് പൊതി. അല്ല, നമുക്ക് കെട്ടണ്ട, നമുക്ക് എപ്പോഴും തുറക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ ഇതാക്കിയിട്ട് കൊണ്ട് അവിടെ വരെ എത്തുന്നവരെ അവിടെ ഇതിന് പുറത്ത് വെച്ചേ റൂമിനകത്താണ് വെച്ചേ. ഞാൻ പറഞ്ഞെന്താണെന്നറിയാം, ഇതിനെ മൊത്തം ചെറുതായിട്ട് അകത്ത് പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് ഫുള്ള് പൊതിയും. കുറച്ച് വെള്ളം തളവിട്ട് തെളിച്ചിട്ട് ഫുള്ള് പൊതിയും. അപ്പോൾ അതെ അതെ, അപ്പൊ അകത്തുനിന്ന് വെള്ളം ഈർപ്പം പോവില്ല. ഇപ്പൊ ഞാൻ എറണാകുളം എത്തുന്നവരെ എനിക്ക് തുറക്കണ്ട. നേരെ എറണാകുളത്തേക്കാ പോകുന്നത്. ആ, എറണാകുളം എത്തുന്നവരെ എനിക്ക് തുറക്കണ്ട. അപ്പൊ എറണാകുളത്ത് നിന്ന് ഞാൻ മാറ്റി പാക്ക് ചെയ്യും കപ്പലിലേക്ക്. പിന്നെ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് തുറക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. പെട്ടിയിലായി കഴിഞ്ഞാൽ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ്. ആ, ഇത് റൗണ്ട് ആക്കി ഒരു ഇതിൽ കെട്ടി കഴിഞ്ഞാൽ അങ്ങോട്ടാണെങ്കിൽ മുളന്റെ ഭാഗം പോവുകയും ചെയ്യും. സംഭവമൊക്കെ റെഡിയാണ്. ആ ഒരു ഇതില് പൊതിഞ്ഞാൽ മതി. ഇത് മുളച്ച് നേരെ ഇറങ്ങി തുടങ്ങിയ സാധനമാണ്. ഇത് മിക്കവാറും പിടിക്കേണ്ടതാണ്. ഇത് അതെ ആ സാധനമാണ്. അതെ അതെ അതെ, നമ്മള് കല്ലുമുളകാണ് അല്ലേ? അതിനെന്താ പറയുക? കല്ലമുള. കല്ലമുള. ഓക്കെ ഓക്കെ. ഇത് നമ്മളെ ഏതെന്നറിയാം, ഇത് നമ്മളെ മറ്റേ ഇതാണ്. അവിടെ വണ്ണമുള്ള അങ്ങ് പോയി കണ്ടില്ലേ, ഏറ്റവും ഹൈറ്റിൽ കണ്ടില്ലേ, അതാണിത്. നമ്മളെ ഇതുകൊണ്ട് ഇതിന്റെ കാര്യം നല്ല ഹൈറ്റ് പോകുന്ന അവസാനം ഇത് നോക്കി വെച്ചോ. ഇത് നമ്മൾ ഇത് തന്നെ ഊന്നിന് പറ്റിയെന്ന് പറയാം. അതിനെന്താ പറയുന്നത്? ഞങ്ങള് ഊനാൻ വേണ്ടി ഊന്നറിയാം. ഇത് വേറെ ഒന്നുമില്ല. ചായ കേട്ടെ, നമുക്ക് നോക്കാം. ആന്റീനോട് ചായ ഒക്കെ മറു വീട്ടിൽ പോയിക്കോളൂ. കൊണ്ടുപോത്തരം പാല് മൂത്താണോ? മാഷല്ലേ? അതെ അതെ അതെ. മറ്റേ എന്താ ഈ കോളേജിലല്ലേ? സ്കൂൾ അല്ല മോന്. ആ, മോൻ ഡിഗ്രി. ഇപ്പൊ വെക്കേഷൻ അല്ലേ? മറ്റേ ഇത് നമ്മളെ ബിഎസ്സി ഇലക്ട്രോണിക്സ്. കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ്. കമ്പ്യൂട്ടർ എന്താണോ പറഞ്ഞത്? ഈസിയാ. രണ്ട് പിടിച്ചോ. ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് കിട്ടുമല്ലോ. BSc കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ്. ബികോം മറ്റേ ബികോം ഇല്ല, BSc കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. അത് രണ്ടെടുത്തിട്ട് ഒന്ന് വേറെ വെക്കാം അല്ലേ? ഒന്ന് ചെറുതാക്കി കളയാം. നമുക്ക് നോക്കാം. ഇത്രയും മുട്ടുകളുണ്ട്, ഏതെങ്കിലും ഒന്ന് പിടിക്കൂടാ. പിടിച്ചാൽ മതിയായിരുന്നു. പിടിച്ചാൽ പിന്നെ ഒരു കാര്യമില്ല, 2 വർഷം കഴിഞ്ഞാൽ ആ പ്രദേശം ഒക്കെ ആക്കാം. മുറിച്ചൊന്ന് കൊണ്ടിട്ട് നട്ടായല്ലോ. കറുപ്പത്തൊക്കെ വെച്ചാൽ ഉണ്ടാവും, ആഹാരം ഉണ്ടാവും. കാറ്റും
മറയും കിട്ടും. ഇത് നല്ല തിങ്ങി ഉണ്ടാവും. അതെ അതെ, കാറ്റിന് നല്ല മറയുമാവും. നല്ല മറിയോ. പിന്നെ കാറ്റിൽ ആടി ആടി വളരുന്ന സാധനം നല്ല സ്ട്രോങ് എന്ന് പറയുന്നത്. അല്ല ഇത് കാറ്റൊന്നും ആവൂല. അതെ അതെ. അത് സീനുണ്ടോ? ഹലോ വേണ്ടിയാ ഹലോ കല്ലുമുള, കല്ലമുള. ഇതൊന്ന് പോടി. ഞാൻ വരുമ്പോൾ താമസിച്ചത് 5:50 അല്ലേ? അത് ഋഷി പോവോ? ഋഷി തന്നെ കൊണ്ടുപോകോ? ഋഷി കൊണ്ടുപോവോ? അങ്ങനെ അത്ര സാധനം എടുക്കൂലേ? അത്ര സാധനം എടുക്കൂല. കൊത്തിയത് മതി, രണ്ടുണ്ടായി. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വെച്ച് അത് പെണ്ണായിപ്പോയി. ഇതിൽ പിന്നെ നോക്കൊരു സേഫാണ്. ചാണകം ഇട്ട് അതിന് ഒരു വിലയില്ല. അതിൻ്റെ അകത്ത് ഇരുന്നോളൂ. കട കുറച്ച് തുറന്ന് വെക്കുകയും ചെയ്യാം. ഞാൻ ആലോചിക്കുന്നത് വെള്ളം ചാണകപ്പൊടി കുടിച്ചോളും. ഇത് ഒരു മിനിറ്റ്, ഇച്ചിരി കൂട്ടാണ്. കൂടുതൽ നമുക്ക് മുറിക്കാം. അതിലേറ്റവും വലുത് ഇത് പറഞ്ഞാൽ ഇതുണ്ട് അല്ലേ? അല്ല ഇത് ഇച്ചിരി നീളം മുറിക്കാം. അതും വെട്ടിക്കളയാം. അതിൻ്റെ നീളത്തുള്ള കമ്പ് മുളയുണ്ടല്ലേ? പിടിക്കാൻ ചാൻസ് ഉള്ള സാധനം കേട്ടോ ഇതെല്ലാം. നീ അന്ന് പറഞ്ഞാൽ പറ്റി ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം കുത്തിച്ചത്. അവിടെ ചാണകപ്പൊടി കിട്ടുമോ? കിട്ടൂല്ലേ? ചകിരിച്ചോറ്. ആ ചകിരിച്ചോറ്. അതെന്തെങ്കിലും അത് മതി. അതാണ് നല്ല തണുപ്പ് വെക്കുമല്ലോ. ചകിരിച്ചോറും പിന്നെ എനിക്ക് നിലത്ത് വെക്കണമെന്നാണ്. നിലത്ത് ഇതിപ്പോൾ ഏകദേശം ഇവിടെ നിലത്തല്ല കുഴിച്ചിട്ട്, അതുപോലെ നിലത്ത് കുഴിച്ചിടണമെന്നാണ്. അപ്പോൾ നിലത്ത് കുഴിച്ചിട്ടാൽ കൊണ്ടവിടെ നിലത്ത് വെച്ചുകൊടുത്തേ. അതെ, ചെറുത് കാണത്തിന് സൈഡിൽ സൈസ് ഇതൊന്നും അല്ല. ഇതൊരു കാര്യമില്ല. ഇത് ഇവിടെ മുളയുള്ളതുകൊണ്ട് ഞാൻ വെട്ടിക്കളത്തെ. അത് കുഴപ്പമില്ല, താഴ്ന്നു വന്നു. ഇതിലൂടെ വെച്ചെന്തായാലും അതാ കേട്ടാ. ചിലപ്പോൾ അഥവാ ലക്കിന് ചിലപ്പോൾ ഒരെണ്ണം അത് മറ്റേ സാധനം കല്ലണ്ടില്ലേ, അതിൻ്റെ എല്ലാ ഭാഗവും എടുത്തോ. ഇത് യോഗം പോലെ പിടിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ട്, പിടിച്ചില്ല ഒന്നും വിചാരിക്കണ്ട. ഇതാ മറ്റേ വലിയ സാധനം. ഇത് മുളച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. ഇനി അവിടെ കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മുള പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആകുമ്പോഴേ വലിയ പരിക്ക് വെക്കൂല. ഇങ്ങനെ ഇതാക്കി പൂക്കാണ്ട് ഉമ്മറിന് ഇതായിപ്പോണ്ട ചൂടി ചെന്നവിടെ അയച്ചു വെക്കുമല്ലോ. തുറന്ന് ഇങ്ങനെ നിരത്തി വെച്ചേ. കരോള കാറ്റില്ല.
ഏതാ അത് വേണ്ട, അത് പിന്നെ നടുക്കുന്ന് മുറിക്കേണ്ടി വരും, ചീന്തിയിട്ട് കൊണ്ടുപോകേണ്ടി വരും. ആ കമ്പോ, ആ കമ്പ് എടുക്കാം. ആ ഇതേതാവണം? ഇത് മറ്റേ നമ്മളെ ചെല്ലുന്നിടത്തുള്ള വണ്ണമുള്ള തന്നെ. നല്ല വേറെ വെച്ചിട്ടില്ല, ഇത് മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ. ആ ചെറിയ കുഞ്ഞു കഷ്ണം വെച്ചിട്ടുള്ളൂ. മറ്റേ പമ്പ് ഹൗസിൻ്റെ അവിടെ ഉള്ളത്. പക്ഷെ ഇത് എവിടെയെങ്കിലും ദൂരത്ത് മാറ്റി നടേണ്ടി വരും. അമ്പം പൂക്കുന്ന സാധനം വലിയ വലുതാന്ന് കാണാൻ. ആ വണ്ടിയിൽ കയറുണ്ട്. ആ ഇത് കെട്ടാൻ ഇതാ എടുത്താൽ മതി. ഇതിങ്ങനെയല്ല നമുക്ക് ബാക്കി കിട്ടുമോ? ഒരു 4 പിടിച്ചിട്ട് ഇവിടെ വന്നല്ല മുതലായി അല്ലേ? ഓ മുതലായി, നല്ല മുതലായി. കാരണം മെനക്കിട്ടല്ലേ എത്ര ഉപയോഗിച്ചാലും പിന്നെയും എല്ലാ വർഷവും കിട്ടൂല്ലോ. അതെ അതെ, നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ. നടക്കുന്ന സ്ഥലം ഉണ്ടോ നിലവിൽ? പിന്നെ ഇഷ്ടം പോലെ. എത്ര ആൾക്കാർ എന്നോട് പറയുമെന്ന് അറിയോ, ഇവിടെ നീ കിട്ടിയാൽ കൊണ്ടുപോകാം, കിട്ടിയാൽ കൊണ്ടുപോകാം. ഓരോ പറമ്പിലെല്ലാം കൊണ്ടുപോയി നട്ടു കൊടുക്കാമല്ലോ. അവിടുന്ന് കിട്ടിയത് നമുക്ക് മുറിക്കാലല്ലേ? ആ പിന്നെ നാട്ടിൽ സാധനമായില്ലേ. അതിനോട് മലയാളം പറഞ്ഞിട്ട് കാര്യമല്ലേ? പറഞ്ഞതിന് വാജിനോട് പറഞ്ഞത് മനസ്സിലായില്ല. പറഞ്ഞു കൊടുത്ത് കൂട്ടാന്നല്ല, പിടിച്ചോട് കൂട്ടാന്നല്ല, അടിപിടി ആദ്യം മട്ട കളിയാക്കണ്ട. അയ്യോ മനസ്സിലായാലും മനസ്സിലായി, നാക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ ഇപ്പൊ കയറ് പിടിച്ചു വിടുന്ന തിരിഞ്ഞറിയാം. നായില്ലേ അതിനകത്ത് തോന്നാൻ ഫോണ് തോന്നാൻ. ഇതിനെന്താ പഠിക്കുന്നത്? സംസാരിക്കും. ഒരു എന്താണ് നമ്മളെ മറ്റേ സീ കൊണ്ട് അവിടെ അവിടെ എത്തി. എന്നിട്ട് അവിടെ താൻ പഠിച്ചോ? അവിടെ രാത്രി അവിടെ പിറ്റേന്ന് രാവിലെ. ചാന്നൂർ തമിഴ്നാടായില്ലേ? ചാമനാറല്ല, അല്ല ബോർഡർ അല്ലേ? ബോർഡർ കർണാടക സൈഡുള്ള. ബന്ദിപ്പൂരേ ഉള്ളൂ, സത്യവങ്കരത്ത് ഒന്നും കയറാനില്ല. ബന്ദിപ്പൂർ പോകാൻ ശരിക്കും കാണാൻ തന്നെ ഉണ്ട് അല്ലേ? ആന, കടുവി, മാനും. കടുവെന്നിട്ട് ഒരു മാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കടുവനെ കണ്ടില്ല. നമുക്ക് പകലങ്ങനെയൊന്നും ഉള്ളിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം കണ്ടില്ല കടുവനെ. കണ്ടിരുന്നോ? ആ എവിടെന്നാ അറിയോ, നമ്മള് മറ്റേ സ്ഥലത്തുനിന്ന്. എവിടെ? തിരുനെല്ലി. ആ തിരുനെല്ലിന്ന് രാത്രി. ഇത് ഇവന്റെ ഏട്ടനും ഞാനും അൻസീവ് ഓർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് പേര് പോയി. അവിടെ രാത്രി 2 മണി സമയം റോഡ് ക്രോസ് ചെയ്ത് നമ്മളെ നോക്കിയിരുന്നു. മറ്റേ ഇതിൽ റോഡ് സൈഡിൽ കയറിയിരുന്നു. ആ നമ്മള് അതിനെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോയി. വലിയ കടുവ. മുറിക്കണോ? പോരെ, ജനൽ അത് എടുത്തു. ഇനിയിപ്പോൾ നാളെ 2ാം ബൈക്ക് തന്നിട്ട് ജനലെടുക്കാം. അത് ഇത് പറയാം, ബാക്കി കൊണ്ടുപോകട്ടെ. എടുത്തോ? ആ ആ കെട്ട് എവിടെയെങ്കിലും അവസാനിപ്പിക്കും. അങ്ങോട്ട് അവിടെ ഒരു കെട്ട് കെട്ടണോ ഹാജി? ഫുഡിപ്പായതാൻ കേട്ടി വിട്ടേ.